മൗര്യ സാമ്രാജ്യത്തിന്റെ ശില്പിയും അർത്ഥശാസ്ത്രത്തിന്റെ കർത്താവും ലോകം കണ്ട എക്കാലത്തെയും മികച്ച രാഷ്ട്രതന്ത്രജ്ഞനുമായ ആചാര്യ ചാണക്യന്റെ ദർശനങ്ങൾ സഹസ്രാബ്ദങ്ങൾക്കിപ്പുറവും മനുഷ്യജീവിതത്തിന് വഴികാട്ടിയായി നിലകൊള്ളുന്നു. രാഷ്ട്രീയം, സാമ്പത്തികം, സാമൂഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണമായ ലോകത്ത് എങ്ങനെ വിവേകത്തോടെ സഞ്ചരിക്കണം എന്നതിനെക്കുറിച്ചുള്ള അറിവുകൾ നൽകുന്നു. വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ബന്ധങ്ങളെ കാണാതെ മനുഷ്യസഹജമായ ബലഹീനതകളും സാധ്യതകളും തിരിച്ചറിഞ്ഞ് അവയെ സമീപിക്കാനാണ് ചാണക്യൻ പഠിപ്പിക്കുന്നത്. ബന്ധങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ പലപ്പോഴും കഠിനമെന്ന് തോന്നാമെങ്കിലും അവ ആത്യന്തികമായി സുരക്ഷിതവും വിജയകരവുമായ ജീവിതത്തിന് വഴികാട്ടുന്നു. സ്വാർത്ഥത എന്ന സത്യം. ചാണക്യനീതി അനുസരിച്ച് ലോകത്തിലെ എല്ലാ ബന്ധങ്ങളുടെയും പിന്നിൽ ഒരു സ്വാർത്ഥ താൽപര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. സ്വാർത്ഥതയില്ലാത്ത ഒരു ബന്ധവുമില്ല, ഇതൊരു പ്രപഞ്ച സത്യമാണ് എന്ന് അദ്ദേഹം അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിഷേധാത്മകമായി തോന്നാമെങ്കിലും മനുഷ്യപ്രകൃതിയുടെ അടിസ്ഥാനപരമായ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. ഈ തിരിച്ചറിവ് ബന്ധങ്ങളിൽ വഞ്ചിക്കപ്പെടാതിരിക്കാനും നിരാശരാകാതിരിക്കാനും നമ്മെ സഹായിക്കുന്നു. മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുമ്പോൾ ബന്ധങ്ങൾക്ക് കൂടുതൽ വ്യക്തതയും സുതാര്യതയും കൈവരുന്നു. സ്വന്തം ലക്ഷ്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി ആരോഗ്യപരമായ ബന്ധം സ്ഥാപിക്കാൻ ഈ യാഥാർത്ഥ്യബോധം അനിവാര്യമാണ്. പരീക്ഷിച്ച് മാത്രം അർപ്പിക്കേണ്ട ഒന്നാണ് വിശ്വാസം. ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനശില വിശ്വാസമാണ്. എന്നാൽ അന്ധമായ വിശ്വാസം ആപത്തിലേക്ക് നയിക്കുമെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു. ഒരാളെ വിശ്വസിക്കുന്നതിനു മുൻപ് അവരെ പല രീതിയിൽ പരീക്ഷിച്ചറിയണം. സ്വർണത്തിന്റെ മാറ്ററിയാൻ ഉരച്ചും മുറിച്ചും ചൂടാക്കിയും അടിച്ചുപരത്തിയും നോക്കുന്നതുപോലെ ഒരു വ്യക്തിയുടെ സ്വഭാവം അറിയാൻ പല സാഹചര്യങ്ങളിൽ അവരെ നിരീക്ഷിക്കണം. ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കിയ ശേഷം മാത്രമേ അവരെ പൂർണ്ണമായി വിശ്വസിക്കാവൂ. പ്രത്യേകിച്ച് അധികാരം, പണം, പ്രതിസന്ധി എന്നീ സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിയുടെ സ്വഭാവം ഏറ്റവും വ്യക്തമായി വെളിപ്പെടുമെന്നും അദ്ദേഹം പറയുന്നു. രഹസ്യങ്ങളുടെ സംരക്ഷണം. ചാണക്യനീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിലൊന്ന് സ്വന്തം രഹസ്യങ്ങൾ മറ്റൊരാളുമായി പങ്കുവയ്ക്കരുത് എന്നതാണ്. നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റൊരാളുമായി പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് നാശം വരുത്തും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ പദ്ധതികൾ, ബലഹീനതകൾ, സാമ്പത്തിക സ്ഥിതി, കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം രഹസ്യമായി സൂക്ഷിക്കണം. ഇന്ന് നിങ്ങളുടെ മിത്രമായിരിക്കുന്ന ഒരാൾ നാളെ ശത്രുവായി മാറിയാൽ നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമായി ഉപയോഗിക്കപ്പെട്ടേക്കാം. ആത്മനിയന്ത്രണവും രഹസ്യസ്വഭാവവും ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് ചാണക്യൻ വിശ്വസിച്ചു. മിത്രങ്ങളെയും ശത്രുക്കളെയും തിരിച്ചറിയൽ. ബന്ധങ്ങളുടെ ലോകത്ത് ആരെ മിത്രമാക്കണം, ആരെ അകറ്റി നിർത്തണം എന്നതിനെക്കുറിച്ച് ചാണക്യൻ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. യഥാർത്ഥ മിത്രം. രോഗാവസ്ഥ, ദാരിദ്ര്യം, ശത്രുഭയം, രാജസ്, ശ്മശാനം എന്നിവിടങ്ങളിൽ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. സുഖങ്ങളിൽ പങ്കുചേരാൻ ധാരാളം പേരുണ്ടാകും, എന്നാൽ ദുഃഖങ്ങളിൽ താങ്ങായി നിൽക്കുന്നവരെയാണ് നാം തിരിച്ചറിയേണ്ടത്. ഒഴിവാക്കേണ്ടവർ. മുഖസ്തുതി പറയുന്ന സുഹൃത്തിനെയും ദുഷ്ടയായ ഭാര്യയെയും ധിക്കാരിയായ ഭൃത്യനെയും പാമ്പുള്ള വീട്ടിൽ താമസിക്കുന്നതിനെയും അദ്ദേഹം ഒരുപോലെ അപകടകരമായി കാണുന്നു. അതിമധുരമായി സംസാരിക്കുന്നവരുടെ ഉള്ളിൽ വിഷമായിരിക്കാം. അത്തരം ആളുകളോട് എപ്പോഴും ഒരു അകലം പാലിക്കണം. ശത്രുക്കളെ ഒരിക്കലും ദുർബലരായി കാണരുത്. അവരുടെ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കി തന്ത്രപരമായി അവരെ നേരിടണം. മുള്ളുകൊണ്ട് മുള്ളെടുക്കണം എന്ന തത്വം ശത്രുക്കളോടുള്ള സമീപനത്തിൽ പ്രധാനമാണ്. കുടുംബബന്ധങ്ങൾ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ബന്ധം കുടുംബമാണ്. സന്തുഷ്ടമായ കുടുംബജീവിതത്തിന് ചാണക്യൻ വലിയ പ്രാധാന്യം നൽകി. ഭാര്യാഭർത്തൃബന്ധം. സൽസ്വഭാവിയും വിവേകിയുമായ ഭാര്യ ഒരു വീടിന്റെ ഐശ്വര്യമാണ്. എന്നാൽ ദുശ്ശീലങ്ങളുള്ള കലഹിക്കുന്ന ഭാര്യയോടൊപ്പമുള്ള ജീവിതം നരകതുല്യമാണെന്നും അദ്ദേഹം പറയുന്നു. പരസ്പര ബഹുമാനവും വിശ്വാസവുമാണ് ദാമ്പത്യത്തിന്റെ കാതൽ. മക്കൾ. ഒരു സൽപുത്രൻ കുലത്തിന് മുഴുവൻ അഭിമാനമാണ്. മക്കളെ വളർത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം നൽകുന്ന ഉപദേശം ശ്രദ്ധേയമാണ്. 5 വയസ്സുവരെ ലാളിക്കുക, 10 വയസ്സുവരെ ശിക്ഷിക്കുക, 16 വയസ്സായാൽ ഒരു സുഹൃത്തിനെപ്പോലെ പെരുമാറുക. ഓരോ പ്രായത്തിലും നൽകേണ്ട പരിഗണനയും ശിക്ഷണവും ഇതിൽ വ്യക്തമാണ്. ചാണക്യന്റെ ഉപദേശങ്ങൾ കേവലം പുരാതനമായ തത്വസംഹിതകളല്ല, മറിച്ച് ആധുനിക ലോകത്തും പ്രസക്തമായ ജീവിത പാഠങ്ങളാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ബന്ധങ്ങൾ വൈകാരികമായ ഒന്നല്ല, മറിച്ച് വിവേകവും പ്രായോഗികതയും ഒരുപോലെ ആവശ്യമുള്ള ഒരു സമവാക്യമാണ്.
മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവം മനസ്സിലാക്കുക, ആരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക, സ്വന്തം രഹസ്യങ്ങൾ സൂക്ഷിക്കുക, യഥാർത്ഥ സുഹൃത്തുക്കളെ തിരിച്ചറിയുക, കുടുംബബന്ധങ്ങൾക്ക് വില നൽകുക എന്നിവയാണ് ചാണക്യൻ നൽകുന്ന പ്രധാന സന്ദേശങ്ങൾ. ഈ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് വ്യക്തിജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും വഞ്ചിക്കപ്പെടാതെ വിജയത്തിലേക്ക് മുന്നേറാൻ സാധിക്കും. അതിനാൽ ചാണക്യസൂത്രങ്ങൾ മനുഷ്യബന്ധങ്ങളുടെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ദീപസ്തംഭം തന്നെയാണ്.